എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 ഓഗസ്റ്റ് മാസം ഇടവക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. കഴിഞ്ഞ മാസം ജൂലൈ മാസം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഇടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ മാസം അല്പം താമസിച്ചു. അടുത്ത മാസം മുതൽക്ക് സാധാരണ പോലെ തന്നെ ജൂൺ മാസം മെയ് മാസമൊക്കെ ചെയ്തതുപോലെ തന്നെ കൃത്യമായിട്ട് എല്ലാ രാശികളുടെയും വീഡിയോസ് ഇടുന്നതായിരിക്കും. മറ്റ് ഭാഷകളുടെ വീഡിയോ ഇടുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളത് കാര്യമാക്കേണ്ടതില്ല. നിങ്ങളുടെ മലയാളം ഭാഷയിലത്തെ വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് തന്നെ വരും. മറ്റ് ഭാഷയിലെ വീഡിയോ മറ്റുള്ള ഭാഷക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് അവർ ആ വ്യൂവേഴ്സ് അത് നോക്കിക്കോളും. നമുക്കതുമായിട്ട് ബന്ധമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പഴയതുപോലെ തന്നെ മലയാളം വീഡിയോസ് കൃത്യമായിട്ട് തന്നെ എല്ലാ മാസവും മാസഫലങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഇടവം രാശിക്കാരുടെ പ്രഡിക്ഷൻസിലേക്ക് കിടക്കാം. 2025 ഓഗസ്റ്റ് മാസത്തിൻ്റെ പ്രത്യേകത ചിങ്ങമാസം അല്ലെങ്കിൽ ശ്രാവണ മാസം പിറക്കുന്നൊരു മാസമാണ് ഓഗസ്റ്റ് മാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു രാശിക്കാർക്കും ഇതൊരു ഇന്ത്യ ഒട്ടാകെ തന്നെ ഒരു വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഒരു സമയമാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യം ഒക്കെ തരുന്ന ഒരു മാസമാണ്. എല്ലാ രാശിക്കാർക്കും എത്ര മോശമാണെങ്കിൽ കൂടി സമൃദ്ധിയും ഐശ്വര്യവും തരുന്ന ഒരു മാസം തന്നെയാണ് ഓഗസ്റ്റ്. കാരണം ചിങ്ങമാസം പിറക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് നിങ്ങൾക്ക് ചിങ്ങമാസ ആശംസകൾ. ഈ വീഡിയോയിൽ നമ്മൾ ഇടവം രാശിയാണ് പറ്റിയാണ് പറയുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ കടന്നുപോയി. കണ്ടകശനി, അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ 12-ലും 1-ലൂടെയുള്ള സഞ്ചാരമൊക്കെ, ജന്മവ്യാഴം 12-ലെ വ്യാഴമൊക്കെ ഒരു കാലക്കേടാണ്. അത് കണ്ടകശനിയോടുകൂടെ യോഗം ചെയ്യുമ്പോൾ വളരെ വലിയ പ്രതിസന്ധികൾ, തിരിച്ചടികൾ, ഒറ്റപ്പെടലുകൾ, സ്ഥാനനഷ്ടം, അപമാനമൊക്കെ വരുന്നൊരു അവസ്ഥയിലൂടെ ഈ രാശിക്കാർ തുടർച്ചയായി 2 വർഷം കടന്നുപോയി. കണ്ടകശനിയുടെ 2.5 വർഷത്തിൽ 2 വർഷവും വ്യാഴം പിഴച്ചത് കൊണ്ടിട്ട് വളരെ രൂക്ഷമായ അവസ്ഥയിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ തന്നെ ഏറ്റവും ഒരു അധപ്പതനത്തിലൂടെ കടന്നുപോയ രാശിക്കാരാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയും രൂക്ഷമായ ഗ്രഹസ്ഥിതിയാണ് ഇവർക്കുണ്ടായിരുന്നത്. രാഹുവിൻ്റെ 11-ാം ഭാവത്തിലെ സ്ഥിതി കൊണ്ട് മാത്രമാണ് അവരൊരു ഇത് അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എന്ത് തന്നെയാലും ഒരു അഭിനന്ദനം തീർച്ചയായിട്ടും അർഹിക്കുന്നു. കാരണം ഇത്രയും രൂക്ഷമായൊരു ഘട്ടം 2 വർഷം തുടർച്ചയായി പിടിച്ചു നിൽക്കുക നിസ്സാരമായൊരു കാര്യമല്ല. ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള ഊർജം ചോർന്നു പോകാൻ തക്ക എല്ലാ ജ്യോതിഷപരമായ കാരണങ്ങളും ഉണ്ടായിരുന്നിട്ടും അതിജീവിച്ച് മുമ്പോട്ട് പോകുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി ഒരു ഉയർച്ചയുടെ ഒരു കാലമാണ് വരുന്നത്. പല ആൾക്കാരും ചോദിക്കുന്നൊരു കാര്യം, എന്തുകൊണ്ട് എനിക്ക് ഇത് അനുഭവത്തിൽ വരുന്നില്ല, ഈ ഉയർച്ച വരുന്നില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന് കാരണം ഓരോ ആൾക്കാരുടെ ഇത് ചാരഫലങ്ങളാണ്. നക്ഷത്രം വെച്ചിട്ട് നക്ഷത്രം വരുന്ന ചന്ദ്രരാശി കൊണ്ട് പറയുന്ന ഫലങ്ങളാണ് ഗോചര ഫലങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജാതകത്തിലെ ദശാപഹാരങ്ങളും കൂടെ ഒന്ന് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് ആ നല്ല ഫലങ്ങളെ അനുഭവിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഇവർക്ക് ഒരു നിസ്സംശയം പറയാം, 12 രാശികളിൽ വളരെ ഉയർച്ച അനുഭവവേദ്യമാകുന്ന ഒരു രാശിയാണ് ഇടവം. അത് 2029 വരെയും 28 ഫെബ്രുവരി മാസം ഇവർക്ക് ഏഴരശനി ആരംഭിക്കുമെങ്കിൽ കൂടി 2029 ഓഗസ്റ്റ് മാസം വരെയൊക്കെ തുടർച്ചയായിട്ടൊരു ഇനി ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടാവാതെ പോകും. അതിനിടയ്ക്ക് കയറ്റിറക്കങ്ങൾ വരുമെങ്കിൽ കൂടി ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒന്നും തന്നെ വരില്ല. ഒരു നല്ലൊരു കാലം തന്നെയാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വർഷം വളരെ അനുഗ്രഹം നിറഞ്ഞൊരു കാലമാണ്. ധനസ്ഥാനത്ത് 2-ാം ഭാവത്തിൽ വ്യാഴം, അതിപ്പോൾ ശുക്രന് കൂടെ രാശിയിലേക്ക് വന്നിരിക്കുന്നു. 2-ാം ഭാവത്തിൽ വ്യാഴം ശുക്രന് കൂടെ നിൽക്കുന്നൊരവസ്ഥ. അതുപോലെ തന്നെ ശനി അതിൻ്റെ ഉപജയഭാവങ്ങളിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട രാജയോതുല്യമായൊരവസ്ഥയിലൂടെ ശനി സഞ്ചരിക്കുന്നൊരു കാലമൊക്കെ ആണ് ഇവരെ സംബന്ധിച്ച് വരുന്നത്. അധികാരം, വക്രമം മുതലായ അവസ്ഥകളൊക്കെ മാറി മാറി വരുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരുമെങ്കിൽ കൂടി പൊതുവിലൊരു വർഷം വളരെ ശോഭനമായിട്ടും ശ്രേയസ്കരമായിട്ടും കാണുന്നു. ഒരു സൗഭാഗ്യം നിറഞ്ഞൊരു കാലത്തിലേക്കാണ് ഈ രാശിക്കാർ കാൽ വയ്ക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ഒരാൾക്ക് ഇത്തിരി താമസിച്ചാണെങ്കിൽ കൂടി അത് അനുഭവത്തിൽ വരും. അപ്പോൾ നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലകൾ എപ്രകാരമാണ് ഇടവം രാശിക്കാർക്കെന്ന് വ്യക്തമായിട്ട് നോക്കാം.
സൂര്യൻ ഇവരുടെ 3-ാം രാശിയിലും 4-ാം രാശിയിലും കൂടി സഞ്ചരിക്കുന്നത്, പ്രത്യേകിച്ച് 3-ലൂടെ സഞ്ചരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ കൊണ്ടുവരും. നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഈ മാസം വരും. ശുക്രൻ 2-ാം ഭാവത്തിലേക്ക് വരുന്നത് വളരെ നല്ല ഒരു മാറ്റം. ധനസ്ഥാനത്ത് ശുക്രൻ നിൽക്കുന്നു, ബന്ധുക്ഷേത്ര സ്ഥിതനാണ്. ബുധൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുന്നു, വ്യാഴത്തോടുകൂടി യോഗം ചെയ്യുന്നു. വ്യാഴത്തോടുകൂടി യോഗം ചെയ്യുമ്പോൾ ഒരു ഗ്രഹയുദ്ധം അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഒരു പരസ്പര മത്സരം അവിടെ വരും. എങ്കിൽ കൂടി ശുക്രൻ നല്ല ഫലങ്ങളെ തീർച്ചയായിട്ടും ഇവർക്ക് ചെയ്യും. വ്യാഴം ധനസ്ഥാനത്ത് വ്യാഴവും ഉണ്ട്. അപ്പോൾ ധനപരമായിട്ടുള്ളൊരു അഭിവൃദ്ധി എടുത്തു പറയേണ്ടതാണ് ഈ മാസത്തിൽ. ഇവരുടെ 5-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കുറച്ച് ഒരു എന്താ പറയുക, ഇവരുടെ ജോലി സ്ഥലത്തുള്ള ഒരു ജോലി ഭാരമൊക്കെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു റിലാക്സ് ആയ ഒരു മട്ടിൽ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി വരും. അതുപോലെ തന്നെ ഇവരുടെ കർക്കിടക രാശിയിൽ ബുധൻ വക്രഗതിയിൽ വരുന്നതൊക്കെ ഇവരുടെ ആശയവിനിമയത്തെ കുറച്ച് ബാധിക്കാൻ ഒരു ഓഗസ്റ്റ് പകുതി വരെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസാരം വളരെയധികം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ അത്ര ബുദ്ധിമുട്ടുകളില്ല, എങ്കിലും ആദ്യ പകുതിയിൽ സംസാരം, ആശയവിനിമയം അല്പം ശ്രദ്ധിക്കുക. ശുക്രനും വ്യാഴവും കൂടി ഇവരുടെ ധനസ്ഥാനത്ത് യോഗം ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ്. ഓഗസ്റ്റ് മാസം 21-ാം തീയതി മുതൽക്ക് 21-ാം തീയതി വരെയുള്ള സമയം ഈ ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും യോഗം കൊണ്ടിട്ട് ലോട്ടറി ഭാഗ്യം വരെ തേടിയെത്താവുന്ന ഒരു രാശിയാണ് ഇടവം. 2 ഭാഗ്യ നമ്പർ, തിങ്കളാഴ്ചയാണ് ഭാഗ്യ ദിവസം. പരസ്പരം കൂട്ടുമ്പോൾ അവസാനം 2 എന്ന കൂട്ടുസംഖ്യ വരുന്നതും 2 എന്ന നമ്പർ പരമാവധി ഉൾപ്പെട്ടിട്ടുള്ളതുമായ ടിക്കറ്റുകളൊക്കെ തിങ്കളാഴ്ചകളിൽ എടുക്കുന്നത് കൂടുതൽ ഭാഗ്യം നിറഞ്ഞതായിരിക്കും. കൂടുതലായിട്ട് മറ്റു ദിവസങ്ങളിലും ഭാഗ്യപരീക്ഷ നടത്താവുന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. 1,00,000 പേരെടുത്താൽ ഒരാൾക്കാണ് ഭാഗ്യം കടാക്ഷിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിൽ പോലും സാധ്യതയുള്ള ഒരു മാസമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിട്ട് ഓഗസ്റ്റ്. അതുപോലെ തന്നെ ഇതൊരു ഭാഗ്യം നിറഞ്ഞ ഒരു കാലം കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ഭാഗ്യവുമാണ്. ശനി ഇവരുടെ 11-ാം ഭാവത്തിൽ വക്രഗതിയിൽ പോകുന്നത് അല്പം സ്വല്പം ഈ ഭാഗ്യാനുഭവങ്ങളെയും നമ്മുടെ ഉയർച്ചയൊക്കെ അല്പം സ്വാധീനിക്കും. അതിചാരം, വക്രം മുതലായ അവസ്ഥകളിൽ പൂർവ്വരാശി 10ൻ്റെ ഫലം, കണ്ടകശനി പോലെയുള്ളൊരു ഫലങ്ങൾ കുറച്ച് മാസങ്ങളിലേക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ വക്രം ഇവർക്ക് അനുകൂലമല്ല എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ചധികം ജോലി ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ശനിയുടെ വക്രം കൊണ്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടി ആ ജോലി ഭാരം, അമിതമായിട്ട് വരുന്ന ഹാർഡ് വർക്കിന് തീർച്ചയായിട്ടും വരുന്ന മാസങ്ങളിലും വർഷങ്ങളിലുമൊക്കെ നമുക്ക് അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും ലഭിക്കും. രാഹുവും കേതുവിൻ്റെയും സ്ഥിതി, 10-ൽ രാഹുവും 4-ൽ കേതുവും, അതിനെ കൊണ്ടിട്ട് പ്രത്യേകിച്ചൊരു ഗുണങ്ങളും ഇല്ല, എന്നാൽ കാര്യമായിട്ടുള്ള ദോഷങ്ങളും ഇല്ല. ആ ഒരു സ്ഥിതി കൊണ്ടിട്ട് പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ മാസം ഇവർക്ക് വളരെ നന്നായിട്ട് തന്നെയാണ്, വളരെ സൗഭാഗ്യം നിറഞ്ഞൊരു മാസമായിട്ട് ഈ മാസം മാറും. അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ആ ഒരു യോഗം തന്നെയാണ്. സ്റ്റോക്ക് മേഖലയിൽ, സ്റ്റോക്ക് ട്രേഡിങ്ങിൽ പ്രവർത്തിക്കുന്നവർ, ക്രിപ്റ്റോ, ബിറ്റ്കോയിൻ തുടങ്ങിയവർക്കൊക്കെ ഒരു നല്ല ലാഭം നേടിയെടുക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസം. എങ്കിൽ പോലും വലിയ റിസ്ക്കുകൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ശനിയുടെ വക്രങ്ങളുണ്ട്, വലിയ റിസ്ക്കുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ചെറിയ റിസ്ക്കുകൾ എടുക്കാവുന്നതാണ്. ഇവരുടെ ധനസ്ഥാനത്ത് പറഞ്ഞതുപോലെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും യോഗം ധനപരമായിട്ടുള്ള ഒരു നേട്ടമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ധനപരമായിട്ട് നേട്ടം കൊയ്യാൻ എളുപ്പമുള്ള മേഖലകളായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്ക് ട്രേഡിങ്, ബിറ്റ് കോയിനൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ലോട്ടറിയൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു മാസമായിട്ട് ഇതിനെ പറയാം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താനും ആതിഥേയത്വം വഹിക്കാനൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനൊക്കെ വളരെയധികം നന്നായിട്ടുള്ളൊരു സമയം തന്നെയാണ്. ആരോഗ്യപരമായിട്ടും വളരെ നന്നായിട്ട് ഉള്ളൊരു മാസമാണ് ഓഗസ്റ്റ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ അവഗണിച്ചു പോയിരുന്ന ആൾക്കാർ, ബന്ധുക്കളും സുഹൃത്തുക്കളും സമൂഹത്തിലുള്ള മറ്റു വ്യക്തികളൊക്കെ നമ്മളിലേക്ക് വരുന്നതും നമുക്കൊരു വില നൽകുന്നതും ബഹുമാനം നൽകുന്നതൊക്കെ നിങ്ങൾക്ക് ഇനി ഉള്ള കാലം മനസ്സിലായി തുടങ്ങും. അതിൻ്റെ ആരംഭം ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആയിരിക്കും. പരിഹാരാർത്ഥം ഈ വളരെ നല്ലൊരു
ഒരു കാലം, ഭാഗ്യം നിറഞ്ഞൊരു കാലത്തിൻ്റെ ഒരു സൂചന ഉള്ള സ്ഥിതിക്ക് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് വഴി മഹാലക്ഷ്മിക്ക് വെള്ളിയാഴ്ചകളിൽ വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും വെളുത്ത പട്ട് സമർപ്പിക്കുന്നതൊക്കെ ഭാഗ്യവർദ്ധകമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്രശാന്തി അസ്ട്രോ റിസർച്ചിനെ ബന്ധപ്പെടുന്ന വഴി നിങ്ങൾക്ക് മഹാലക്ഷ്മിക്ക് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കാൻ വേണ്ടി സാധിക്കും. അത് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശനിയുടെ വക്രഗതി അനുകൂലമല്ലാത്തതുകൊണ്ട് ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രങ്ങൾ ദർശിക്കുക. ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ള് പായസം, വെള്ളുകിഴി എന്നിവ സമർപ്പിക്കുക. ശിവന് പിൻവിളക്ക്, ധാര, കൂളമാല എന്നിവ ശനിയാഴ്ചകളിൽ സമർപ്പിക്കുക. ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല, വടമാല, കുങ്കുമാർച്ചന എന്നിവയും സമർപ്പിക്കുക. ശനിയാഴ്ചകളിൽ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക. ശനിയാഴ്ചകളിൽ ക്ഷേത്ര ദർശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലേദിവസം വെള്ളിയാഴ്ചയും നോൺ വെജ് ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നിങ്ങളുടെ ഭാഗ്യം, ഈ മാസത്തോളം ഭാഗ്യം വളരെയധികം വർദ്ധിക്കുകയും നെഗറ്റീവ് എഫക്റ്റുകളൊക്കെ വളരെ കുറഞ്ഞിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഈ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം തന്നെ ഗോചര ഫലങ്ങളാണ്. ചന്ദ്രരാശി, നക്ഷത്രം ഉൾപ്പെടുന്ന ചന്ദ്രരാശിയെ ആസ്പദമാക്കിയിട്ടുള്ള ഫലപ്രവചനങ്ങളാണ് ഇതൊക്കെ ഏകദേശം എല്ലാവരുടെയും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ കൂടി ഒരു 80% എല്ലാവർക്കും ബാധകമായിട്ട് വരും. അത് നിങ്ങൾ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിൽ പോലും കുറച്ചൊരു മാറ്റങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ വരാം. അത് നിങ്ങളുടെ ദശാപഹാരങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് വരുന്നത്. അത് നിങ്ങളുടെ ജാതകം നോക്കിയിട്ട് അതിൻ്റെ പരിഹാരങ്ങൾ കൂടി ചെയ്യുന്ന പക്ഷം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. എല്ലാ ഇടവം രാശിയിൽപ്പെട്ട എല്ലാവർക്കും വളരെ ഭാഗ്യം നിറഞ്ഞതും ധനസമൃദ്ധി നിറഞ്ഞതുമായിട്ടുള്ളൊരു മാസം ആശംസിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.